നിങ്ങൾക്കൊക്കെ അറിയാം, എൻ്റെ വീട് പത്തനംതിട്ട കോന്നി അതമംഗലം എന്ന സ്ഥലത്താണ്. ഇന്നലെ രാത്രി അവിടെ സ്ഥിരം സന്ദർശകനല്ലാത്ത ഒരാൾ അവിടെ എത്തി. രാവിലെ 4 മണിയായപ്പോൾ ഒരു കോള്, മോനെ എല്ലാം ചവിട്ടി മെതിച്ച് നശിപ്പിച്ചിട്ടിട്ട് പോയി, കൃഷികളെല്ലാം നശിപ്പിച്ചു, പൈപ്പെല്ലാം നശിപ്പിച്ചു എന്ന് പറഞ്ഞു. ചവിട്ടി മെതിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ആരാന്ന് മനസ്സിലാവും. സംശയിക്കേണ്ട, ആന തന്നെയാണ്. ഇന്ന് ഞാൻ ജനിച്ച് ഇത്രയും വർഷമായിട്ടും ഇങ്ങനെ ഒരാൾ അവിടെ വന്നിട്ടില്ല. ആ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിട്ടില്ല. അതിനപ്പുറത്ത് കാടിൻ്റെ സൈഡിലൊക്കെ വരുമായിരുന്നു, മണമടിക്കുന്നു എന്നൊക്കെ അടുത്തുള്ള ആളുകളൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഇത്രയും നാളായിട്ട് ഞങ്ങളുടെ പറമ്പിലേക്കോ അല്ലെങ്കിൽ ആ ഒരു ജനവാസ ഏരിയയിലേക്കോ ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ ഇന്നലെ ആൾ വന്നു, ആ ഏരിയ മൊത്തത്തിൽ നശിപ്പിച്ച് ഒരു പരിവമാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ രാവിലെ മോട്ടർ അടിച്ചതാണ്. ഇന്നേ നാഴിക വരെ മോട്ടർ അടിക്കാൻ പറ്റിയിട്ടില്ല. മോട്ടർ തന്നെ മൊത്തത്തിൽ തകർത്ത്. അപ്പോൾ ഇന്ന് രാവിലെ എന്തോ സാധനം വേണമെന്ന് പറഞ്ഞ് പോയി കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നത് ശരിയാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ നശിപ്പിച്ചിട്ടിട്ട് പോകുന്ന ആനയ്ക്ക് അങ്ങ് പോയാൽ പോരെ? എന്തെങ്കിലും സാധനങ്ങളൊക്കെ പന്നലാക്കി കഴിഞ്ഞാൽ അത് ശരിയാക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ നിന്നാണ് കാശ് ഇറങ്ങുന്നത്. എന്നാൽ നിനക്കത് ഫ്രീ ആയിട്ട് ആരെങ്കിലും തരുമോ? ഇല്ല, ആരും തരത്തില്ല. അത് ഈ ആനയ്ക്ക് മനസ്സിലാവുമോ? എന്നാൽ ഈ ആനകളെ തിരിച്ച് കാട്ടിലേക്ക് കയറ്റി വിടാൻ ഈ ഫോറസ്റ്റുകാരായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും ചെയ്യുന്നോ? ഓരോ സ്ഥലങ്ങളിൽ ഈ വിത്തുകൾ കൊണ്ടുള്ള ഓരോ ഉണ്ടകളാക്കി ഉണ്ടാക്കിയിട്ട് അത് കാടുകളിലെറിഞ്ഞ് അനേകം വിത്തുകളും വൃക്ഷങ്ങളും ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഇപ്പം ഫോറസ്റ്റുകാർ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ ഏരിയയിലോട്ടൊന്നും വന്നതായിട്ട് എനിക്കറിവില്ല, ആരും പറഞ്ഞു കേട്ടിട്ടില്ല. കോന്നി കോന്നി എന്ന് പറയുമ്പം കൊക്കാത്തോട്, കല്ലേലി ആ ഭാഗത്ത്, തണ്ണിത്തോട്, ആവോലിക്കുഴി, അതമംഗലത്തില്ല, വരിക്കാഞ്ഞിരി, ഈ ഒരു ഭാഗങ്ങളിലെല്ലാം, തേക്കുതോട്, ഈ ഒരു ഭാഗങ്ങളിലെല്ലാം ആനശല്യം നല്ല രൂക്ഷമാണ്. ഇതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ് ആളുകൾ എന്ത് ചെയ്യുന്നു എന്ന് എനിക്കറിയത്തില്ല. ഇടയ്ക്ക് പറഞ്ഞിരുന്നു ഈ ഫോറസ്റ്റ് ഏരിയയുടെ അടുത്തുള്ള വീടുകളിലും വസ്തുക്കളും എല്ലാം അവരേറ്റെടുക്കുമെന്ന്. അവരേറ്റെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യും. അതും ചെയ്യുന്നില്ല. ഇതിലാലൊന്നും ചെയ്യാത്തപ്പോൾ പാവപ്പെട്ട ഞങ്ങളെപ്പോലുള്ള കർഷകർ അല്ലെങ്കിൽ അതും കൊണ്ട് ജീവിക്കുന്ന ഉപജീവന മാർഗം നടത്തുന്ന ആളുകൾ കഷ്ടപ്പെട്ടു പോകത്തതേ ഉള്ളൂ. ഇന്നലെ അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്ന് നിങ്ങളിത് ഈ വീഡിയോയിലൂടെ ബാക്കിയൊന്ന് കണ്ടു നോക്ക്. കടുവയും ആനയും പുലിയും ഒക്കെ നാട്ടിലിറങ്ങി എന്ന് പറഞ്ഞു കേട്ട് അറിഞ്ഞിട്ടുള്ള അറിവുകളേ ഉള്ളൂ. ഇപ്പോൾ അതെനിക്കും അനുഭവമായി മാറിയിരിക്കുന്നു. കുറേ ആളുകളുണ്ട്, അതിനെ ഒന്നും ചെയ്യരുതേ, കാട്ടാനെ ഒന്നും ചെയ്യരുതേ, അതിനെ ഓടിച്ചു വിട്ടാൽ മതി, അത് പൊയ്ക്കോളൂ എന്ന്. ഇങ്ങനെ ഓടിച്ചു വിട്ട് എത്രയോ പ്രാവശ്യം ഇതിനെ ഓടിച്ചു വിട്ടു. എന്നിട്ടിത് പിന്നെയും തിരിച്ചു വന്നു. എന്നാൽ ഇതിനെ തിരിച്ച് കാട്ടിലേക്ക് കയറ്റാനുള്ള എന്തെങ്കിലും ഒരു നടപടി ഈ സർക്കാർ സ്വീകരിച്ചോ? ഇല്ല. വിളവെടുക്കാറായി നിന്ന കോലിഞ്ചി, ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് എത്ര നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും ആരും ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ട് തരത്തില്ല, ഇതിൻ്റെ നഷ്ടപരിഹാരവും ഞങ്ങൾക്ക് തരികില്ല എന്ന്. അങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ എത്രയോ ആളുകൾക്ക് ഇതിനു മുമ്പേ കിട്ടിപ്പോയേനെ. വേണ്ട, ഈ നാട്ടിലിറങ്ങിയ ഈ പിശാചികളെ തിരിച്ച് കാട്ടിലേക്ക് കയറ്റാനുള്ള എന്തെങ്കിലും ഒരു നടപടി എടുക്കുക.